Okay, students, let us continue with the CAN bus characteristics, that is wired. And now here we can see the figure showing the connection. That is, we have the CAN bus single logical bus line, okay, bus state, that is recessive high and dominant low. Actually there are two states, രണ്ട് states ആണ് ഇവിടെ ഉള്ളത്. അതായത് recessive state and dominant state. recessive high state ആണ്, dominant low state ആണ്. അപ്പോൾ ഇവിടെ only, that is, if all the nodes transmit the recessive bits, the bus is in the recessive state. ഓക്കെ, അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓർക്കേണ്ടത്. അതായത് എല്ലാ നോഡ്സും റിസസീവ് ബിറ്റ്സ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് ഈസ് വൺസ്, ദാറ്റ് ഈസ് ഹൈ ആണല്ലോ, അപ്പം 1 ആണ് എല്ലാ നോഡ്സും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ബസ്സിൻ്റെ ഓവറോൾ എന്ന് പറയുന്നത് റിസസീവ് സ്റ്റേറ്റ് ആയിരിക്കും. ഇഫ് എനി വൺ നോഡ് ട്രാൻസ്മിറ്റ്സ് എ ഡോമിനൻറ്റ് ബിറ്റ്, ദാറ്റ് ഈസ് 0, ഓക്കെ, ദ ബസ് ഇസ് ഇൻ ദ ഡോമിനൻറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ ഡോമിനൻറ്റ് ഏതെങ്കിലും ഒരു നോഡ് ഡോമിനൻറ്റ് ബിറ്റാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ബസ് ഓവറോൾ ബസ്സിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡോമിനൻറ്റ് സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ടി ട്രാൻസ്മിറ്ററാണ്, ആർ റിസീവറാണ്. ഓക്കെ, ആൻഡ് നോട്ട് ദാറ്റ് ദ നോഡ്സ് ക്യാൻ ദെയർഫോർ ചെക്ക് ദ ലൈൻ വൈൽ ട്രാൻസ്മിറ്റിംഗ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് പെർട്ടിക്കുലർലി ഡ്യൂറിങ് ആർബിട്രേഷൻ. അപ്പോൾ ഇവിടെ ആർബിട്രേഷൻ്റെ കേസിലാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ക്യാൻ ബസ് ആർബിട്രേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു കൺസിഡറേഷൻ എടുക്കേണ്ടത്. So we say that the CAN serial line is pulled to logic level 1 by a resistor. Line is at logic 1 in its idle state. Okay, recessive state le line logic 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം അവിടെ ഒരു റെസിസ്റ്റർ വഴി പുൾ അപ്പ് ചെയ്യുന്നുണ്ട് ലോജിക് 1. Then a node gets the input at any instant from the serial line after sensing that the line is pulled down to 0, that is dominant state. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നോഡിന് ഇൻപുട്ട് കിട്ടുന്ന വെച്ചാൽ ആ ലൈന് 0 ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ദാറ്റ് ഈസ് ആഫ്റ്റർ ദ സെൻസിങ് ദാറ്റ് ദ ലൈൻ ഇസ് പുൾ ഡൗൺ ടു 0, ആ സമയത്താണ് ഇൻപുട്ട് കിട്ടുന്നത്. ഇനി ഈച്ച് നോഡ് ഹാസ് എ കറണ്ട് ഡ്രൈവർ സർക്യൂട്ട് ബിറ്റ്വീൻ ദ ഔട്ട്പുട്ട് പിൻ ആൻഡ് ദ സീരിയൽ ലൈൻ. NPN ട്രാൻസിസ്റ്റർ ഇസ് യൂസ്ഡ് ആസ് ദ കറണ്ട് ഡ്രൈവിംഗ് ട്രാൻസിസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാം കറണ്ട് ഡ്രൈവർ സർക്യൂട്ടിൽ ഒരു NPN ട്രാൻസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ദാറ്റ് വിൽ കണക്ട് ദ ബസ്, അതായത് ഈ സിംഗിൾ ബസ് ലൈനും അതുപോലെ തന്നെ ആ ഒരു എന്താണ് സീരിയൽ ലൈനും ഔട്ട്പുട്ട് പിന്നും. ആൻഡ് ദ നോഡ് സെൻഡ്സ് എ ബിറ്റ് ടു സീരിയൽ ലൈൻ ബൈ പുള്ളിംഗ് ദ ലൈൻ ടു 0 ബൈ ഇറ്റ്സ് ഡ്രൈവർ. അതർവൈസ് ഇറ്റ് ഇസ് അറ്റ് ലോജിക് 1 ഇൻ ഇറ്റ്സ് ഐഡൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി അതായത് ഐഡൽ സ്റ്റേറ്റിലാണെങ്കിൽ ലോജിക് 1 ആയിരിക്കും. ആൻഡ് ഒരു ബിറ്റ് സെൻഡ് ചെയ്യുമ്പോൾ ആ 0ലേക്ക് ലൈൻ ഡൗൺ ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത് ഡ്രൈവർ വെച്ചിട്ട്. ഓക്കെ, ആൻഡ് എ നോഡ് സെൻഡ്സ് ദ ഡേറ്റ ബിറ്റ്സ് ആസ് എ ഡേറ്റ ഫ്രെയിം. ഡേറ്റ ഫ്രെയിംസ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് 1 ആൻഡ് എൻഡ് വിത്ത് 7 zeros. അപ്പോൾ നമ്മൾ നേരത്തെ അത് കണ്ടതാണ് ഫ്രെയിം ഫോർമാറ്റിൽ. ഫ്രെയിം തുടങ്ങുന്നത് 1 വെച്ചിട്ടാണ്. ഓക്കെ, ഡേറ്റ ഫ്രെയിംസ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് 1, എൻഡ് വിത്ത് 7 zeros. ഓക്കെ, 7 zeros എന്ന് വെച്ചാൽ എൻഡ് ആവുമെന്ന് മനസ്സിലാക്കാം. ബിറ്റ്വീൻ ദ 2 ഡേറ്റ ഫ്രെയിംസ് ദർ ആർ മിനിമം 3 fields. ഓക്കെ, 2 ഡേറ്റ ഫ്രെയിംസിനിടയിൽ 3 ഫീൽഡ്സ് ആണ് ഉണ്ടാവുക. Then let us consider the next topic, that is architecture of a CAN controller. അപ്പം എന്താണ് CAN controller? CAN bus line usually interconnects to a CAN controller between the line and the host node. The line gives input and gets output during reception and transmission using physical and data link layers. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റർകണക്ട് ചെയ്യാൻ വേണ്ടി, അതായത് ലൈനും ഹോസ്റ്റ് നോഡും തമ്മിലുള്ള കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു CAN കൺട്രോളർ വേണം. ഇപ്പോൾ ഹോസ്റ്റും CAN ബസ്സും, ഓക്കെ, അതായത് ലൈനിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലൈൻ ഗിവ്സ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഗെറ്റ്സ് ദ ഔട്ട്പുട്ട്. ഓക്കെ, ഈ ലൈനിൽ വഴിയാണ് ഇൻപുട്ട് ഔട്ട്പുട്ടും കിട്ടുന്നത്. ആൻഡ് CAN കൺട്രോളർ ഹാസ് എ BIU, ദാറ്റ് ഇസ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്, പ്രോട്ടോകോൾ കൺട്രോളർ ആൻഡ് മെസ്സേജ് ഓബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് CAN കൺട്രോളർ ഉണ്ടാവുക? BIU, ദാറ്റ് ഇസ് ദ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്, then the protocol controller, then status and the control registers. Okay, then we have the message objects. Okay, now there is an arbitration method called CSMA/AMP. A node stops transmitting on sensing a dominant bit, which indicates that another node is transmitting. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു നോഡ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ
അതായത് ഒരു ഡോമിനൻറ്റ് ബിറ്റാണ് സെൻസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഡോമിനൻറ്റ് ബിറ്റ് എന്ന് പറയുമ്പോൾ 0. അപ്പം ഇറ്റ് വിൽ ഇൻഡിക്കേറ്റ് ദാറ്റ് അനദർ, അതായത് അനദർ നോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ നോഡ് സ്റ്റോപ്പ് ചെയ്യും. ഇറ്റ് വിൽ നോട്ട് ട്രാൻസ്മിറ്റ്. ഓക്കെ, അതാണ് ആർബിട്രേഷൻ. ദെൻ വി ഹാവ് ദ ബസ് ക്യാരക്ടറിസ്റ്റിക്സ്, CAN ബസ് ക്യാരക്ടറിസ്റ്റിക്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ലോജിക് സ്റ്റേറ്റ്സ് ആണ് ബസ്സിലുള്ളത്. 1 റിസസീവ് സ്റ്റേറ്റ് ആൻഡ് 0 ഡോമിനൻറ്റ് സ്റ്റേറ്റ്. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാം. ഇനി നമുക്കിപ്പോൾ ഇവിടെ ABC അതായത് നോഡ്സ് ഉണ്ടെങ്കിൽ, ഇപ്പം ബസ്സിൽ നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എല്ലാ ഇതിലും, അതായത് ഇപ്പോൾ 0 എന്ന് പറയുന്നത് ഡോമിനൻ്റ് ആണല്ലോ. അപ്പം ഏതെങ്കിലും ഒരു ഇതിൽ ബസ്സിൽ അല്ലെങ്കിൽ നോഡിൽ ഏതെങ്കിലും ഒരു നോഡ് ഡോമിനൻ്റ് ആണെങ്കിൽ, അതായത് 0 ആണെങ്കിൽ ഓവറോൾ നമ്മൾ അതിൻ്റെ ഡോമിനൻറ്റ് സ്റ്റേറ്റ് ആണ് പറയുക. ഇപ്പോൾ കണ്ടോ ലാസ്റ്റ് സ്റ്റേറ്റ് കണ്ടോ, അവിടെ എല്ലാ നോഡ്സും നോഡ് A, നോഡ് B, നോഡ് C എല്ലാ നോഡ്സും റിസസീവ് നോഡിലാണ്. അവിടെ ഒരു ഡോമിനൻറ്റും ഇല്ല, അതുകൊണ്ട് അത് റിസസീവ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ആസ് സൂൺ ആസ് വൺ നോഡ് ട്രാൻസ്മിറ്റ്സ് എ ഡോമിനൻറ്റ് ബിറ്റ് 0, ബസ് ഈസ് ഇൻ ദ ഡോമിനൻറ്റ് സ്റ്റേറ്റ്. ഓക്കെ, അതാണ് ഇപ്പോൾ ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോഡ്സ് ABC ഉണ്ട്. അപ്പം ഇതിലിപ്പം നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നോഡ് ഡോമിനൻ്റ് ആണെങ്കിൽ, ഡോമിനൻറ്റ് സ്റ്റേറ്റിലാണെങ്കിൽ, ദാറ്റ് ഈസ് ദ ബസ് ഡോമിനൻറ്റ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ഡോമിനൻറ്റ് ബിറ്റാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ, ഏതെങ്കിലും നോഡ് ഡോമിനൻറ്റ് ബിറ്റാണ്, ഏതെങ്കിലും ഒരു നോഡ് ഡോമിനൻറ്റ് ബിറ്റാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ബസ് ഡോമിനൻറ്റ് സ്റ്റേറ്റിലാണ്. ഓൺലി ഇഫ് ഓൾ ദ നോഡ്സ് ട്രാൻസ്മിറ്റ് ദ റിസസീവ് ബിറ്റ്സ് ദെൻ ദ ബസ് ഇസ് ഇൻ ദ റിസസീവ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാ നോഡ്സും റിസസീവ് ആണ്, റിസസീവ് ബിറ്റ്സ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതായത് വൺസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ബസ് റിസസീവ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കണം. ദെൻ ബസ് ആക്സസ് ആൻഡ് ആർബിട്രേഷൻ. അപ്പോൾ ഇവിടെ ഒരു മെത്തേഡ് ഉണ്ട്, കാരിയർ സെൻസ്, മൾട്ടിപ്പിൾ ആക്സസ്, കൊളിഷൻ അവോയ്ഡൻസ് ബൈ നോൺ ഡിസ്ട്രക്റ്റീവ് ആർബിട്രേഷൻ. ദറ്റ് ഈസ് CSMA means carrier sense, multiple access, and then CDNDA, that is collision avoidance by non-destructive arbitration. അപ്പോൾ ഇവിടെ ഇപ്പം നോഡ്സ് എക്സ് ദെൻ നോഡ് ABC ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കാണാം ആർബിട്രേഷൻ ഫേസ് നമുക്ക് ആ ഒരു കളർ വെച്ചിട്ട് കാണാം. ബ്ലൂ എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്. ട്രാൻസ്മിറ്റ് റിക്വസ്റ്റ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നോഡ് A ഇനീഷ്യലി നോഡ് A, നോഡ് B, നോഡ് C ആൻഡ് CAN ബസ്. അപ്പോൾ അത് ഇനീഷ്യലി അത് ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഹൈ സ്റ്റേറ്റിലാണ് ഉള്ളത്. ഓക്കെ, ഇനി സ്റ്റാർട്ട് ബിറ്റ് കൊടുക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ബിറ്റ് കൊടുത്തു, ഇനി ഐഡൻറ്റിഫയർ ഫീൽഡ് കൊടുത്തു. ഓക്കെ, ദെൻ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ദാറ്റ് ഈസ് നോഡ് B എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പം ആ ഒരു കേസിൽ കണ്ടോ എല്ലാ സ്റ്റേറ്റ്, അതായത് ഇപ്പോൾ ആ ഗ്രീൻ കളറിൽ നമുക്ക് കാണാം, ആ ഗ്രീൻ കളർ ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാം ദാറ്റ് ഈസ് നോഡ് A എന്ന് പറയുന്നത് 0 ആണ്. ദെൻ നോഡ് B എന്ന് പറയുന്നത് അത് ഹൈ ആണ് അല്ലേ. നോഡ് C 0 ആണ്. ഓക്കെ, 0 മീൻസ് ഡോമിനൻ്റ് ആണ്. നോഡ് അതായത് CAN ബസ് അതുപോലെ തന്നെ 0 ദാറ്റ് ഈസ് ഡോമിനൻ്റ് ആണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് നോഡ് B മാത്രമാണ് 1 ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതായത് 1 എന്ന് പറയുന്നത് റിസസീവ് ബിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോഡ് B വിൽ ലൂസ് ദ ആർബിട്രേഷൻ. ഓക്കെ, അതാണ് അതിന് മീനിങ്. അപ്പോൾ ഓരോ ബിറ്റും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം എല്ലാ ബിറ്റ്, അതായത് ലൂസ് ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നോഡ് B എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല ബിറ്റ്സ്. ഇറ്റ് വിൽ ജസ്റ്റ് ബി ഇൻ ദ എന്താണ് ലിസൺ മോഡിലായിരിക്കും. ഓക്കെ, അത് ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യാത്തൊരു കണ്ടീഷൻ. ഇനി അടുത്തത് നോക്കുമ്പോൾ നമുക്ക് ഇനി B ഒഴിവാക്കിയല്ലോ, പിന്നെ ഉള്ളത് AC CAN ബസ് ആണല്ലോ. ഇനി അത് മൂന്നും നോക്കുകയാണെങ്കിൽ ആ ഒരു ഓറഞ്ച് ഇത് നോക്കാം സ്റ്റേറ്റിൽ. ആ ഓറഞ്ച് സ്റ്റേറ്റിൽ എന്ന് പറയുമ്പോൾ നോഡ് C ആണ് ഹൈ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നോക്കുന്നത്. നോഡ് Aയും നോഡ് CAN ബസ്സും ലോ സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇനി നോഡ് C ആയിരിക്കും ആർബിട്രേഷൻ ലൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പിന്നീടൊരു ലിങ്ക് ഞാൻ അയക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അത് ചെയ്യുക, അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നൗ ദെൻ ദ ബസ് ട്രാൻസ്മിഷൻ സ്പീഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ആർബിട്രേഷൻ ലിമിറ്റ്സ് ദ ബസ് സ്പീഡ്, ദാറ്റ് ഈസ് മാക്സിമം സ്പീഡ് ഇസ് 2 into TPD, that is the propagation delay. TPD is the propagation delay of the electrical medium. Okay, 2 times the propagation delay ആയിരിക്കും മാക്സിമം സ്പീഡ്.
Okay, so ഇവിടെ നമുക്കൊരു ഗ്രാഫ് കാണാം, bit rate versus CAN bus length. So we have that as the CAN bus length increases, we say that the bit rate actually decreases. So the bus lines assumed to be an electrical medium, twisted pair ആണെങ്കിൽ, okay, ഇതാണ് അതിൻ്റെ characteristics. That is the bus transmission speed എന്ന് പറയുന്നത് length അനുസരിച്ച് കുറയും. Okay, so this is all about the CAN bus.